ഡെയിലി ഇപ്പൊ 1-2 പ്രോഗ്രാം വെച്ചോണ്ടല്ലേ? നേരെ എറണാകുളത്തുനിന്ന് വരുവാണോ? ജീവിച്ചുകൊണ്ടേ എറണാകുളത്തെ പ്രോഗ്രാം കഴിഞ്ഞ് വരുവാണോ? എറണാകുളത്ത് ഇന്ന് രാവിലെ എത്തി. പിന്നെ വീട്ടിലോട്ട് പോയി മക്കളെല്ലാം കണ്ട് ഇതാ വീണ്ടും ഇത് നാളെ തൊട്ട് വർക്കായി സീരിയൽ. അടുത്ത പ്രോഗ്രാം കാണും. എനിക്ക് കിട്ടിയാല് അവാർഡ് വാങ്ങിച്ചോ? ഒന്ന് വാങ്ങിച്ചിട്ട് വരാം. അല്ല, ഇന്നലെ ഒരു അവാർഡ് ഉണ്ടായിരുന്നു. ഇന്നലെ അവാർഡ് ഉണ്ടായിരുന്നു. എന്തിന്റെ അവാർഡായിരുന്നു? വൈറൽ താരം. എല്ലാരും കൂടി നമ്മളെ അനുഗ്രഹിച്ചു വിട്ടതുകൊണ്ട് അവാർഡ് കിട്ടി. ഗംഭീരമായിരുന്നു. പ്രോബബ്ലി അങ്ങനെ ഒരു എന്താ പറയുക ആചാരമുണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ മീനൂട്ട് എത്രത്തോളം ഗംഭീരമാകുന്നത്, അതും സാധാരണ ഒരു ഫിഷിംഗ് ബോട്ടിൽ നമ്മൾ കടലിൽ നടക്കേക്ക് പോകുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വേറെയാണ്. സാധാരണ ബോട്ടിൽ പോയിട്ടുണ്ട്, ഫിഷിംഗ് ബോട്ടിൽ പോയിരുന്നത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലതാണ്. പൊളി ലുക്കാണല്ലേ? ഓ, താങ്ക് യു. സ്നേഹസംഘം ചാരിറ്റബിൾ സൊസൈറ്റിയിലെ പ്രസിഡന്റ് കൂടിയായ ശ്രീലേഖ സജികുമാർ, സ്വാഗതം പറഞ്ഞു. സ്നേഹസംഘം ചാരിറ്റബിൾ സൊസൈറ്റി ട്രസ്റ്റി ശ്രീമതി ഷീജ സാന്ദ്ര, വിശിഷ്ട അതിഥികളുടെ പങ്കെടുക്കുന്നു അറിയിച്ച പ്രിയങ്കയായ COTC കുട്ടികളുടെ അമ്മമാർക്ക് സ്വയം ചെയ്യുന്നതിനെ കുറിച്ച് കാര്യം വിഷയം നമ്മുടെ അമ്മമാരുടെ വലിയൊരു കൂട്ടായ്മയാണ് സ്നേഹസംഘം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്നത്. ശരിക്കും ഇങ്ങനെ ഒരു പെട്ടെന്ന് പ്രോഗ്രാം ഇങ്ങനെ നമ്മൾ സാധിച്ചതാണ്. അപ്പോൾ ഏറെ സ്നേഹത്തോടെ നമ്മുടെ ഈ ഒരു ക്ഷണം, ഈ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ ശ്രീമതി രേഖ സജികുമാർ, അതുപോലെ തന്നെ അന്താരാഷ്ട്ര വനിതാ ദിനം നമ്മുടെ സംസ്ഥാനത്തെമ്പാടും വ്യത്യസ്ത ദിവസങ്ങളിലും ആചരിച്ചു വരുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇന്ന് 5ാം ദിവസമാകുമ്പോൾ 8-ന് തൊട്ട് മുമ്പ് തന്നെ സ്നേഹസംഘം ട്രസ്റ്റും ഇത്തരത്തിലുള്ള വിപുലമായ ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ വേണ്ടി മുന്നോട്ട് വന്നു. ഞാൻ ആദ്യം അടുത്തതായി ഡോക്ടർ ഹേമ ഫ്രാൻസിസ്. കേരളത്തിലെ വനാന്തര മേഖലകളിൽ മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെയുള്ള ആതുര ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായ ഡോക്ടർ ഹേമ ഫ്രാൻസിസ് IMAയുടെ നെടുമങ്ങാട് ബ്രാഞ്ച് സെക്രട്ടറിയാണ്. കൂടാതെ കേരളത്തിലുടനീളമുള്ള IMAയുടെ ട്രൈബൽ മേഖലയിൽ മെഡിക്കൽ ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യുന്ന ഡോക്ടർ ഹേമ ഫ്രാൻസിസിന്റെ ട്രസ്റ്റിന്റെ നാരീശക്തി പുരസ്കാരം നൽകുന്നു. CGV അടുത്തുള്ള മെഡിക്കൽ ക്യാമ്പുകൾ ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവമാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ചീഫ് എഞ്ചിനീയർ കൂടിയാണ് ബിന്ദു രാധാകൃഷ്ണൻ. ബഹുമാനപ്പെട്ട നമ്മുടെ നിയമസഭാ സെക്രട്ടറി കൃഷ്ണകുമാർ സാറിന്റെ വൈഫ് കൂടിയാണ്. ഷിജിക്ക് നാരീശക്തി പുരസ്കാരം നൽകുന്നു. അഡ്വക്കേറ്റ് തീർച്ചയായിട്ടും ഒരു ചെറിയ തീരത്തിൽ ഞങ്ങൾ നിവിയോട് പറഞ്ഞു, വനിതാ ദിനമായിട്ട് പേരിന്റെ പകുതി അറിയാൻ കാര്യമില്ല. അവാർഡ് കൊണ്ട് ഷോക്കേസ് നിറയാൻ തുടങ്ങിയോ? നടക്കണം ഈ വർഷം.
ടൈമിംഗ് മെഷീനിലെ ആദ്യത്തെയും സെറമണിയിലെയും അംഗമാണ്. കുറച്ചുകൂടി ബാക്കിലോട്ട് ഇപ്പൊ ആരണ്യം 14-ാം തീയതി റിലീസാണ്. എല്ലാവരും കാണണം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഞാൻ ആദ്യമായിട്ട് ഹീറോയിനായിട്ട് ചെയ്യുന്ന ഒരു പടമാണ്. സജി സ്വാമിയാണ് നായകൻ. അതൊരു ചെറിയൊരു മൂവിയാണ്. ചെറിയ മൂവിയാണെങ്കിൽ ചെയ്യാൻ പറ്റി. സന്തോഷം. പിന്നെ പ്രത്യേകിച്ച് ഞാൻ എൻ്റെ നാട്ടിലോട്ട് എല്ലാവരെയും ക്ഷണിച്ചു കേട്ടോ. ഇപ്പം ഞാനൊരു തെലുഗു മൂവി ചെയ്തിരിക്കുന്നു. വേറൊരു തെലുഗു മൂവി ഡിസ്കഷനിലുണ്ട്. മലയാളത്തിൽ ഇപ്പോൾ ഞാൻ ഫിനിഷ് ചെയ്തത് ഹൂഡിനിയുടെ കിങ് ഓഫ് മാജിക് പ്രജേഷിൻ്റെ മൂവിയാണ്. അതിൽ ചെറിയൊരു ക്യാരക്ടറാണ്. പിന്നെ വേറൊരു ക്യാരക്ടറിനെ ഡബ് ചെയ്തു. പിന്നെ ഞാൻ ഫുള്ളായിട്ട് ഡബ് ചെയ്ത ഒരു മൂവിയാണ് വടക്കൻ. അതിപ്പോൾ റിലീസ് ആകുന്നു. അതിൻ്റെ പ്രീമിയർ 6-ാം തീയതിയാണ്. പിന്നെ അങ്ങനെ ഓരോ പ്രോജക്റ്റായിട്ട് മുന്നോട്ട് പോകും. ആഹാ ഏതോ വാർമുകിലിൽ കിനാവിലെ താനീ വന്നു ഏതോ ഓർമ്മകളായി കിനാവിലെ തേനീ വന്നു ഓമലേ ജീവനിൽ അമൃതേ കാനായി വീഴും Okay. Okay, thank you. പാട്ട് പാടിയല്ലോ. പാട്ട് പാടിയത് പാട്ട് താങ്ക് പാടിയത് താങ്ക് യു താങ്ക് യു. സൂപ്പർ ആയിട്ട് കേട്ടോ. ആ സ്നേഹം തിരിച്ചു. ഞങ്ങളുടെ സ്നേഹം അങ്ങനെ കെട്ടിവെക്കാറില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് മൂടി വെച്ചിട്ട് എന്തിനാണ് പ്രകടിപ്പിക്കുന്നത്? താങ്ക് യു. ഇനി അങ്ങനെ